Hello, welcome to Aries Vlogs once again. This time it is passive forms. Fill in the blanks with passives. സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു ചോദ്യമാണ്. അതിന് ചില ഷോർട്ട് കട്ട്സ് നമുക്ക് പഠിച്ചു നോക്കാം and come to the video. First important point is always you have to use the third form of the verb or past participle. അതായത് ഒരു വേർബ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പം എപ്പോഴും തേർഡ് ഫോം മാത്രമേ പാസീവ് വോയിസിന് ഉപയോഗിക്കുള്ളൂ. അതായത് സീ എന്നാണ് നമ്മുടെ വേർബെങ്കിൽ അത് സീൻ എന്നായി മാറും. നോ എന്നുള്ളത് നോൺ, റൈറ്റ് എന്നുള്ളത് റിട്ടൺ. എന്നാൽ ചില വാക്കുകൾ കംപ്ലീറ്റ് എന്നുള്ളത് കംപ്ലീറ്റഡ്, റൺ എന്നുള്ളത് റാൻ, ആ രീതിയിൽ നിൽക്കും. അപ്പോൾ തേർഡ് ഫോം ഓഫ് ദ വേർബ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം. Now let us see. In simple present tense, ഈ ടെൻസിൽ നമ്മൾ പാസീവ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈസ്, ആർ, ആം പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ്. നോക്കുക, ദാറ്റ് ബുക്ക് ഈസ് റിട്ടൺ ബൈ ആ ടീച്ചർ. അവിടെ ഈസ് ഉപയോഗിച്ചത് ബുക്ക് സിംഗുലർ ആയതുകൊണ്ട്. നെക്സ്റ്റ്, സ്വീറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ നേഹ. സ്വീറ്റ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ബഹുവചനമായതുകൊണ്ട് നമ്മൾ ആർ ഉപയോഗിച്ചു. I am taught music by Mr. ശർമ്മ. അവിടെ ഐ ആണ്, എന്നെ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഐ ആം, ഐ ആയതുകൊണ്ട് അതിൻ്റെ ഹെൽപ്പിംഗ് വേർബ് എപ്പോഴും ആം ആണ്. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഏതൊക്കെ സന്ദർഭത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക? എന്തെങ്കിലും ഫിക്സഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്. ദ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9 in the morning. ആക്ഷൻ ഡൺ റെഗുലർലി. ഐ ഗെറ്റ് അപ്പ് വെരി ഏർലി. റിപ്പീറ്റഡ് ആക്ഷൻ. ഐ ടീച്ച് ഇംഗ്ലീഷ് എവറി ഡേ. ഹാബിറ്റ്, ഐ ഡ്രിങ്ക് കോഫി ഇൻ ദ മോർണിംഗ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുക. നെക്സ്റ്റ് ഇസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൻ്റെ ഫോമാറ്റ് നോക്കാം. ഈസ് ബീയിങ്, ആർ ബീയിങ്, ആം ബീയിങ് പ്ലസ് V3 ഫോം. എ ഹൗസ് ഈസ് ബീയിങ് മെയ്ഡ് ബൈ ഹിം. എ ഹൗസ് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ് ഈസ് ബീയിങ്. ഹൗസസ് വന്നപ്പോഴത്തേക്ക് അത് ആർ ബീയിങ്. ഐ ആയതുകൊണ്ട് ആം ബീയിങ്. അതിൻ്റെ ഹെൽപ്പിംഗ് വേർബ് എപ്പോഴും ആം ആണ്. ഇനി ഇത് ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കാൻ നോക്കാം. ഇറ്റ് ഈസ് യൂസ് ടു ഷോ ആൻ ആക്ഷൻ വിച്ച് ഇസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം വെൻ ഇറ്റ് ഇസ് സ്പോക്കൺ ഓഫ്. അതായത് നമ്മൾ ഇത് സംസാരിക്കുമ്പം തന്നെ, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സംഭവത്തെ സൂചിപ്പിക്കാനാണ് എപ്പോഴും നമ്മൾ ING ഫോം ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ ടീച്ച് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസൻ്റ് ആണ്, ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി. ഇത് പറയുമ്പം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊണ്ട് സൂചിപ്പിക്കുക. നെക്സ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതിൻ്റെ വേർഡ് ഓർഡർ വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് V3 ഫോം. അപ്പോൾ നമുക്കറിയാം, ഐ വാസ് മെയ്ഡ് ദ ക്ലാസ് ലീഡർ ബൈ ദം. അവിടെ വാസ് ഉപയോഗിച്ചത് സിംഗുലറാണ്, നമ്മുടെ സബ്ജക്റ്റ് സിംഗുലറാണ് ഐ. മെയ്ഡ് എന്നുള്ളതാണ് അതിൻ്റെ മെയ്ക്കിൻ്റെ V3 ഫോം. ചിൽഡ്രൻ വെയർ ഗിവൺ സ്വീറ്റ്സ്. ചിൽഡ്രൻ എന്നത് പ്ലൂറലാണ്, അതുകൊണ്ട് അതിന് വെയർ ഉപയോഗിച്ചിരിക്കുന്നു. ഗിവൺ ഇസ് ദ V3 ഫോം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ എനി ഇൻസിഡൻറ്റ് വിച്ച് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞു പോയ ഒരു കാലത്ത്, ഇത് തൊട്ട് തലേ ദിവസം ആവാം, അല്ലെങ്കിൽ വൈകുന്നേരമാണ് പറയുന്നതെങ്കിൽ രാവിലെ ആവാം, എപ്പോഴും കഴിഞ്ഞു പോയൊരു സമയത്ത് നടന്ന ഒരു സംഭവത്തെ സൂചിപ്പിക്കാനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൻ്റെ ഒരു വേർഡ് ഓർഡർ വാസ് ബീയിങ് ഓർ വെയർ ബീയിങ് പ്ലസ് V3 ഫോം. ദ ടീം വാസ് ബീയിങ് ട്രെയിൻഡ് ബൈ മീ ഇൻ ദ മോർണിംഗ്. ഇവിടെ ടീം എന്നുള്ളത് നമ്മൾ കളക്റ്റീവ് നൗണാണ്, സിംഗുലറായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് വാസ് ബീയിങ്. നെക്സ്റ്റ്, ദ കാർസ് വേ ബീയിങ് വാഷ്ഡ് വെൻ ദ മാനേജർ കെയിം. കാർസ് എന്നുള്ളത് പ്ലൂറലാണ്, ബഹുവചനം, അതുകൊണ്ട് അവിടെ വെയർ ബീയിങ് ഉപയോഗിച്ചു. V3 ഫോമാണ് ട്രെയിൻഡും വാഷ്ഡും. ഇവിടെ വെൻ ഇസ് ഇറ്റ് യൂസ്ഡ്, എപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്? പാസ്റ്റിൽ എ സർട്ടൻ പോയിൻ്റ് ഓഫ് ടൈമിൽ, കൃത്യമായിട്ടൊരു സമയം കൊടുത്തിട്ട് അപ്പം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു പ്രവൃത്തി. അതായത് രാവിലെ ഞാൻ ട്രെയിനിങ് കൊടുക്കുകയായിരുന്നു. നെക്സ്റ്റ് വൺ, മാനേജർ വന്നപ്പം കാറുകൾ കഴുകപ്പെടുകയായിരുന്നു. എ സർട്ടൻ പോയിൻ്റ് ഓഫ് ടൈം ദി ആക്ഷൻ ഇസ് ഗോയിങ് ഓൺ എന്നുള്ളത് കാണിക്കാനാണ്. നെക്സ്റ്റ് ഇസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അത് പാസീവിൽ എങ്ങനെയാണ് എടുക്കുക? ഹാഡ് ബീൻ പ്ലസ് V3 ഫോം. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും സബ്ജക്റ്റ് എന്തായാലും ഹാഡ് ബീൻ ആണ് ഉപയോഗിക്കുക. ഉദാഹരണം നോക്കുക, ക്ലാസ് ഹാഡ് ബീൻ അറേഞ്ച്ഡ് ബൈ ദം വെൻ ദ സ്റ്റുഡൻസ് കെയിം.
സ്റ്റുഡൻസ് വന്നപ്പോഴത്തേക്കും ക്ലാസ് അവർ അറേഞ്ച് ചെയ്തു. ദ വർക്ക് ഹാഡ് ബീൻ ഡൺ ബൈ ശ്വേത വെൻ ഐ റീച്ച് ദെയർ. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ശ്വേത വർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 പാസ്റ്റ് ടെൻസ് ഉണ്ടാവും. ഏത് സന്ദർഭത്തിൽ അത് ഉപയോഗിക്കാൻ നോക്കാം. 2 പാസ്റ്റ് ടെൻസ് ഒരു സെൻറ്റൻസിൽ വരുമ്പം ആദ്യം സംഭവിച്ച പാസ്റ്റ് ടെൻസിനെ നമ്മൾ ഹാഡ് ബീൻ പ്ലസ് V3 ഫോം എടുക്കും. ഫസ്റ്റ് സെൻറ്റൻസിൽ അറേഞ്ച്ഡും സ്റ്റുഡൻസ് കെയിമും 2 പാസ്റ്റ് ടെൻസ്. ആദ്യം സംഭവിച്ചത് എന്താണ്? ഹാഡ് ബീൻ അറേഞ്ച്ഡ്. സ്റ്റുഡൻസ് വന്നപ്പോഴത്തേക്കും ക്ലാസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഹാഡ് ബീൻ അറേഞ്ച്ഡ്. രണ്ടാമത്തത് ഐ റീച്ച്ഡ് ദെയർ എന്നുള്ളത് ഒരു പാസ്റ്റ് ടെൻസ്. വർക്ക് വാസ് ഡൺ ബൈ ശ്വേത എന്നുള്ളത് വേറൊരു പാസ്റ്റ് ടെൻസ്. ആദ്യം നടന്ന പാസ്റ്റ് വർക്ക് വാസ് ഡൺ ആണ്, അതുകൊണ്ട് വർക്ക് ഹാഡ് ബീൻ ഡൺ. അപ്പോൾ അത് ഉപയോഗിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. സോ ഹിയർ ഇറ്റ് ഇസ്, വെൻ ദർ ആർ 2 പാസ്റ്റ് ആക്ഷൻസ് വിച്ച് എവർ ഹാപ്പൻഡ് ഫസ്റ്റ് വിൽ ബി സെഡ് ഇൻ ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് ഒരേ സെൻറ്റൻസിൽ 2 പാസ്റ്റ് ആക്ഷൻസ് ഉണ്ടെങ്കിൽ ആദ്യം സംഭവിച്ചു എന്ന് പറയപ്പെടുന്നതിന് ഹാഡ് ബീൻ പ്ലസ് V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. നെക്സ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ദ ഫോർമേഷൻ ഇസ് വിൽ ബി പ്ലസ് V3 ഫോം. ദാറ്റ് വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ബൈ അസ്. ആ ജോലി ഞങ്ങൾ തീർത്തിരിക്കും. എ കംപ്ലൈൻറ്റ് വിൽ ബി റിട്ടൺ ബൈ ഹർ. അതായത് ഫ്യൂച്ചറിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത് തുടങ്ങി ഫ്യൂച്ചറിൽ തന്നെ അവസാനിക്കുന്ന, ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് കൊണ്ട് പ്രകടമാക്കുക. അതിൻ്റെ പാസീവ് ഫോം ഇങ്ങനെയാണ്, വിൽ ബി പ്ലസ് V3. സോ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഇസ് യൂസ്ഡ് ടു ഷോ എനി ആക്ഷൻ ദറ്റ് വിൽ ബിഗിൻ ആൻഡ് എൻഡ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ നടക്കാൻ ഉള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുക. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. വിൽ ഹാവ് ബീൻ പ്ലസ് V3 ഫോം. ദാറ്റ് വർക്ക് വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ് ബൈ ടുമോറോ. നാളെ ആകുമ്പോഴത്തേക്കും ആ വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കും. സ്കൂൾസ് വിൽ ഹാവ് ബീൻ റീഓപ്പൺഡ് ബൈ ജൂൺ. ജൂൺ ആകുമ്പോഴത്തേക്കും സ്കൂൾസ് വീണ്ടും തുറന്ന് കഴിഞ്ഞിരിക്കും. അതായത് ഫ്യൂച്ചറിൽ ഒരു പോയിൻ്റ് ഓഫ് ടൈം പറഞ്ഞിട്ട് അപ്പോഴേക്കും എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിരിക്കും എന്ന് പറയുന്നതിനാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ആൻ ആക്ഷൻ ദറ്റ് ഈസ് പ്ലാൻഡ് ഓർ എക്സ്പെക്റ്റഡ് ടു ഹാപ്പൻ അറ്റ് എ ഫിക്സഡ് ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ കാര്യം നടന്നു കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പാസീവ് വോയിസിൽ എങ്ങനെയാണ്? ഹാവ് ബിൻ ഓർ ഹാസ് ബിൻ പ്ലസ് V3 ഫോം. ഇവിടെ ഹീ ഷീ ഇറ്റ് ആണെങ്കിൽ ഹാസ് ആണ് ചേർക്കുക. ഹീ ഷീ ഇറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് നൗൺസും, അതായത് രാമ, സീത, ദ ഡോഗ് എന്നൊക്കെ ആണെങ്കിൽ ഹാസ് ബീൻ ആണ് ചേർക്കുക. അല്ലാത്ത എല്ലാ പ്രൊനൗൺസും ദേ, ഐ, വി, യു, പിന്നെ അതിനെ കൺസിഡർ ചെയ്യുന്ന അതിനുമായിട്ട് ബന്ധപ്പെട്ട നൗൺസും. ഫോർ എക്സാമ്പിൾ ദേ എന്ന് പറയുമ്പോൾ മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അത് ദേ ആണ്. മൈ ഫ്രണ്ട് ആൻഡ് ഐ എന്ന് പറയുമ്പോൾ അത് വി ആണ്. അങ്ങനെയുള്ള എല്ലാ പ്രൊനൗൺസും നൗൺസും ഹാവ് ബീൻ ആണ് ഉപയോഗിക്കുക. ഇപ്പോൾ ലെറ്റ് us see പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പേര് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നാണെങ്കിലും ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ എനിത്തിങ് ദറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ഈവൻ നൗ ഓർ ദി ഇഫക്റ്റ് ഇസ് ദെയർ ഈവൻ നൗ. അതായത് തൊട്ട് മുമ്പ് പാസ്റ്റിൽ കഴിഞ്ഞു പോയൊരു സംഭവം അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. Now let us look at the sentences. Use the passive voice. Patients dash by doctors. Treat എന്നാണ് ബ്രാക്കറ്റ് തന്നിരിക്കുന്നത്. അവിടെ ഒരു സാമാന്യ വിവരമാണ്, സ്വതേയുള്ളൊരു പ്രവൃത്തി. ഡോക്ടേഴ്സാണ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. പേഷ്യൻസ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട്, ബഹുവചനായതുകൊണ്ട് ആർ ട്രീറ്റഡ് ബൈ ഡോക്ടേഴ്സ് എന്നാണ് വരിക. പേഷ്യൻസ് ആർ ട്രീറ്റഡ്. നെക്സ്റ്റ് വൺ, ഡിസിപ്ലിൻ ഡാഷ് ഇൻ സ്കൂൾ. ടീച്ച് എന്നാണ് തന്നിരിക്കുന്നത്, അതിൻ്റെ V3 ഫോം ടോട്ട് ആണ്. ഡിസിപ്ലിൻ ഈസ് ടോട്ട് ഇൻ സ്കൂൾ. അങ്ങനെ വരാൻ കാരണം എന്താ? അതും പൊതുവായൊരു തത്വമാണ്, അതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഡിസിപ്ലിൻ ഈസ് ടോട്ട് ഇൻ സ്കൂൾ. നെക്സ്റ്റ്, ഹീ ഡാഷ് ബൈ എ ഡോഗ് യെസ്റ്റർഡേ. ബൈറ്റ് എന്നാണ് ആദ്യം, അതിൻ്റെ V3 ഫോം കണ്ടുപിടിക്കുക. വാസ് ബിറ്റൺ. യെസ്റ്റർഡേ ആണ് സംഭവം, അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ഹീ സിംഗുലർ ആണ്, അതുകൊണ്ട്
was bitten by a dog yesterday. Next one, the work dash by 20th next month. ഫിനിഷ് എന്നാണ്. ഫിനിഷിൻ്റെ V3 ഫോം ആദ്യം കണ്ടുപിടിക്കുക. ഫിനിഷ്ഡ് എന്നാണ്. 20th നെക്സ്റ്റ് മന്ത് എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് വിൽ ബി ഫിനിഷ്ഡ് എന്നുള്ളതാണ് നമ്മുടെ വേർഡ് അവിടെ. നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. മൈ കസിൻസ് ബർത്ത്ഡേ ഡാഷ് എവറി ഇയർ. സെലിബ്രേറ്റ്. സെലിബ്രേറ്റിൻ്റെ V3 ഫോം സെലിബ്രേറ്റഡ് ആണ്. എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട്. അതൊരു ദിനചര്യ പോലുള്ള പ്രവൃത്തിയാണ്. റെഗുലർലി ഹാപ്പനിങ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആണ്. മൈ കസിൻസ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ. ദി എക്സാം ഡാഷ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച കണ്ടക്ട് ചെയ്യും എക്സാം. ഫ്യൂച്ചർ ടെൻസ് ആണ്. കണ്ടക്ട് എന്നുള്ളതിൻ്റെ V3 ഫോം കണ്ടക്റ്റഡ് ആണ്. ഫ്യൂച്ചർ ആയതുകൊണ്ട് വിൽ ബി കണ്ടക്റ്റഡ്. നെക്സ്റ്റ്, അശോക് ഡാഷ് ഇൻ ദ ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അഡ്മിറ്റിൻ്റെ V3 ഫോം അഡ്മിറ്റഡ്. അശോക് സിംഗുലർ ആണ്. അപ്പം വാസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. നെക്സ്റ്റ്, ന്യൂസ് പേപ്പേഴ്സ് ഡാഷ് എവറി മോർണിംഗ്. ബ്രാക്കറ്റിൽ റീഡ്. എല്ലാ ദിവസവും എല്ലാ രാവിലെയും ന്യൂസ് പേപ്പർ വായിക്കപ്പെടും. ന്യൂസ് പേപ്പറുകൾ വായിക്കപ്പെടും. അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ്. റീഡ് എന്നുള്ളതിൻ്റെ V3 ഫോം റെഡ്. ന്യൂസ് പേപ്പേഴ്സ് പ്ലൂറലാണ്. അപ്പം ആർ റെഡ്. ന്യൂസ് പേപ്പേഴ്സ് ആർ റെഡ് എവറി മോർണിംഗ്. നെക്സ്റ്റ് വൺ, എ പിക്ചർ ഡാഷ് ബൈ റാം യെസ്റ്റർഡേ. ബ്രാക്കറ്റിൽ ഡ്രോ ആണ്. അതിൻ്റെ V3 ഫോം ഡ്രോൺ. യെസ്റ്റർഡേ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം പിക്ചർ വാസ് ഡ്രോൺ. അവിടെ പിക്ചർ സിംഗുലർ ആയതുകൊണ്ട് വാസ് ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഹിസ് ബർത്ത് ആനിവേഴ്സറി ഡാഷ് എവറി ഇയർ വിത്ത് ഗ്രേറ്റ് എൻതൂസിയാസം. വലിയ ആവേശത്തോടു കൂടി എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. സെലിബ്രേറ്റിൻ്റെ V3 സെലിബ്രേറ്റഡ്. പിന്നെ റെഗുലർ ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പം ബർത്ത് ആനിവേഴ്സറി എന്നുള്ളത് സിംഗുലർ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ. നെക്സ്റ്റ്, ദ മീറ്റിംഗ് ഡാഷ് നെക്സ്റ്റ് വീക്ക്. ഹോൾഡ് എന്നുള്ളതിൻ്റെ V3 ഹെൽഡ്. നെക്സ്റ്റ് വീക്ക് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് വിൽ ബി ഹെൽഡ് നെക്സ്റ്റ് വീക്ക്. 3 നോവൽസ് ഡാഷ് ബൈ ഹിം. ബ്രാക്കറ്റിൽ പബ്ലിഷ്. പബ്ലിഷ്ഡ് ആണ് അതിൻ്റെ V3. ഇവിടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പബ്ലിഷ് ചെയ്ത നിലയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് കൊടുക്കാം. 3 നോവൽസ് ഹാവ് ബീൻ പബ്ലിഷ്ഡ് ബൈ ഹിം. നെക്സ്റ്റ് വൺ, റാം ഡാഷ് ടു ദ ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. ടേക്ക് എന്നുള്ളതിൻ്റെ V3 ടേക്കൺ. യെസ്റ്റർഡേ ആയതുകൊണ്ട് പാസ്റ്റ് ടെൻസ് ആണ്. രാമ സിംഗുലർ ആണ്. വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. സെക്കൻഡ് വൺ, ഹെർ ബർത്ത്ഡേ ഡാഷ് എവറി ഇയർ വിത്ത് പോംപ് ആൻഡ് സ്പ്ലെൻഡർ. സെലിബ്രേറ്റ് നമ്മൾ മുമ്പ് പല സെൻറ്റൻസിലും ചെയ്തിട്ടുണ്ട്. ഈസ് സെലിബ്രേറ്റഡ്. ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാ വർഷവും നടത്താറുണ്ട് വളരെ ആഘോഷമായിട്ട് എന്നാണ് പറയുന്നത്. ദ ഇൻ്റർവ്യൂ ഡാഷ് നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്ക് പ്ലൂറലാണ്. കണ്ടക്റ്റ് എന്നുള്ളതിൻ്റെ V3 ഫോം കണ്ടക്റ്റഡ്. സോ വിൽ ബി കണ്ടക്റ്റഡ് നെക്സ്റ്റ് വീക്ക്. 3 ബുക്സ് ഡാഷ് ബൈ ഹിം സോ ഫാർ. പബ്ലിഷ്. പബ്ലിഷിൻ്റെ V3 ഫോം പബ്ലിഷ്ഡ് ആണ്. സോ ഫാർ എന്നുള്ളതാണ് നമ്മുടെ ക്ലൂ. ഇതുവരെ 3 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ചെയ്തൊരു പ്രവൃത്തി അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. സോ ഇപ്പോഴും അത് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ എന്ത് 3 ബുക്സ് എന്നുള്ളത് ഹീ ഷീ ഇറ്റിൽ പെടില്ലല്ലോ. അതുകൊണ്ട് ഹാവ് ബീൻ പബ്ലിഷ്ഡ് സോ ഫാർ. നെക്സ്റ്റ് വൺ, ദ ഹൗസ് ഡാഷ് എ മന്ത് എഗോ. പെയിൻറ്റ് എന്നുള്ളതിൻ്റെ V3 ഫോം പെയിൻറ്റഡ്. എ മന്ത് എഗോ ഒരു മാസം മുമ്പ് പാസ്റ്റ് ടെൻസ് ആണ്. ഹൗസ് സിംഗുലർ ആണ്. അതുകൊണ്ട് വാസ് പെയിൻറ്റഡ് എ മന്ത് എഗോ. നെക്സ്റ്റ് വൺ, ന്യൂസ് പേപ്പേഴ്സ് ഡാഷ് യൂഷ്വലി ഇൻ ദ മോർണിംഗ്. യൂഷ്വലി എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഒരു ക്ലൂ ആണ്. സാധാരണയായി ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ യൂഷ്വലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീഡ് എന്നുള്ളതിൻ്റെ V3 റെഡ്. ന്യൂസ് പേപ്പേഴ്സ് പ്ലൂറലാണ്. അപ്പോൾ ആർ റെഡ് യൂഷ്വലി ഇൻ ദ മോർണിംഗ്. റിസൾട്ട്സ് ഡാഷ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ഇയർ. അനൗൺസിൻ്റെ V3 അനൗൺസ്ഡ്. എൻഡ് ഓഫ് ദിസ് ഇയർ ഈ വർഷം അവസാനം ഫ്യൂച്ചർ ടെൻസ് ആണ്. റിസൾട്ട്സ് വിൽ ബി അനൗൺസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ഇയർ. പ്രേം ഡാഷ് എ ഡോഗ് യെസ്റ്റർഡേ. ബൈറ്റ്. ബൈറ്റ് എന്നുള്ളതിൻ്റെ V3 ഫോം ബിറ്റൺ. ഇന്നലെയാണ് പ്രേമിനെ ഡോഗ് കടിച്ചത്. അപ്പം പ്രേം വാസ് ബിറ്റൺ by a dog yesterday. ഫസ്റ്റ് വൺ, hundreds of soldiers plural ആണ്. അതുകൊണ്ട് were. ഡാഷ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. കിൽ. സെക്കൻഡ് വേൾഡ് വാർ പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് were killed.
വിമൻസ് ഡേ ഡാഷ് ഓൺ മാർച്ച് 8 എവ്രി ഇയർ. സെലിബ്രേറ്റ്, അപ്പോൾ സെലിബ്രേറ്റഡ്, എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഈസ് സെലിബ്രേറ്റഡ് ഓൺ മാർച്ച് 8 എവ്രി ഇയർ. എല്ലാ വർഷവും മാർച്ച് 8 സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. റെഗുലർ ഇവൻ്റ് ആയതുകൊണ്ട് അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ദിസ് സ്കാൻഡൽ ഡാഷ് ഇൻ എ ഇയർ ബ്രാക്കറ്റ് ഫൊഗെറ്റ്. സ്കാൻഡൽ എന്ന് പറഞ്ഞാൽ അപഖ്യാതി, ദുഷ്പ്രചരണം. ഒരു വർഷം കൊണ്ട് അതെല്ലാവരും മറക്കും. അപ്പോൾ ഒരു വർഷം കൊണ്ട് മറക്കും എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ്. വിൽ ബി ഫൊഗോട്ടൺ ഇൻ എ ഇയർ. ദ ഫിലിം ഡാഷ് എ വീക്ക് എഗോ. ഒരാഴ്ച മുമ്പ് റിലീസായി. പാസ്റ്റ് ടെൻസ്. ദ ഫിലിം വാസ് റിലീസ്ഡ് എ വീക്ക് എഗോ. നെക്സ്റ്റ് വൺ, എ ക്യാമറ ഡാഷ് ബൈ ഹിം. ബൈ എന്നുള്ളതിൻ്റെ V3 ഫോം ബോട്ട്. പ്രസൻറ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ആണ് ഫ്യൂച്ചർ ആണെന്നുള്ളതിന് ഒരു തെളിവില്ല. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ക്യാമറ ഈസ് ബോട്ട് ബൈ ഹിം. ക്യാമറ സിംഗുലർ ആണല്ലോ. അടുത്തത് സീഡ്സ് ഡാഷ് ഇൻ ദ സോയിൽ. സോ എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക. സോൺ എന്നുള്ളതാണ് അതിൻ്റെ V3 ഫോം. സീഡ്സ് പ്ലൂരലാണ്. പിന്നെ സീഡ്സ് സോൺ ഇൻ ദ സോയിൽ എന്നുള്ളത് ലോകതത്വമാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ്. സീഡ്സ് ആർ സോൺ ഇൻ ദ സോയിൽ. ദ വർക്ക് ഡാഷ് ബൈ ദി എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത്. കംപ്ലീറ്റഡ് എന്നുള്ളത് കംപ്ലീറ്റഡ് ആണ്. കംപ്ലീറ്റ് എന്നുള്ളത് കംപ്ലീറ്റഡ് ആണ്. നെക്സ്റ്റ് മന്ത് ആയതുകൊണ്ട് ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്. വിൽ ബി കംപ്ലീറ്റഡ്. വാട്ടർ ഡാഷ് ബൈ ഹർ. ഡ്രിങ്ക്. പാസ്റ്റും അല്ല ഫ്യൂച്ചറും അല്ല, കാരണം അതിൻ്റെ യാതൊരു തെളിവുമില്ല. അപ്പോൾ അത് പ്രസൻറ്റ് ടെൻസ് ആണ്. വാട്ടർ ഈസ് ഡ്രങ്ക് ബൈ ഹർ. വാട്ടർ എന്നുള്ളത് സിംഗുലറായിട്ടാണ് കരുതുക. നെക്സ്റ്റ് വൺ, മൈ കാർ ഡാഷ് യെസ്റ്റർഡേ. പാസ്റ്റ് ടെൻസ് ആണ്. മൈ കാർ സിംഗുലർ ആണ്. അപ്പം സെൽ എന്നുള്ളത് സോൾഡ് ആവും. വാസ് സോൾഡ്. മൈ കാർ വാസ് സോൾഡ് യെസ്റ്റർഡേ. ഇംഗ്ലീഷ് ഡാഷ് ഓൾ ഓവർ ദ വേൾഡ് ബ്രാക്കറ്റിൽ സ്പീക്ക്. അപ്പോൾ ഇതൊരു ലോക തത്വമാണ്, ഒരു പ്രസ്താവനയാണ്. ഇംഗ്ലീഷ് ലോകമെമ്പാടും സംസാരിക്കപ്പെടുന്നു. ഇംഗ്ലീഷ് സിംഗുലറാണ്, അതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസുമാണ്. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദ വേൾഡ്. നെക്സ്റ്റ്, ഓൾമോസ്റ്റ് 100 ഗെസ്റ്റ്സ് ഡാഷ് സോ ഫാർ. ഇതുവരെ ഒരു 100 ഗസ്റ്റുകളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. ഇതുവരെ എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്ത ഒരു പ്രവൃത്തി, അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഹാവ് ബീൻ ഇൻവൈറ്റഡ്. ഈ ഹാവ് ഉപയോഗിക്കാൻ കാരണം എന്താ? ഗെസ്റ്റ്സ് എന്നുള്ളത് ദേ ആണ്. ഓൾമോസ്റ്റ് 100 ഗെസ്റ്റ്സ് ഹാവ് ബീൻ ഇൻവൈറ്റഡ് സോ ഫാർ. അടുത്തത്, ദ ഫിലിം ഡാഷ് നെക്സ്റ്റ് വീക്ക്. ഫ്യൂച്ചർ ടെൻസ് ആണ്. റിലീസ്ഡ് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് വിൽ ബി റിലീസ്ഡ് നെക്സ്റ്റ് വീക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏരിസ് വ്ളോഗ്സ് ആണ്. മറ്റുള്ള വീഡിയോസും കാണുക. അതിൽ ഈ സിലബസിൽ പ്രകാരമുള്ള PSC സിലബസിലൊക്കെ പ്രകാരമുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. സോ പ്ലീസ് മീറ്റ് മീ അറ്റ് ഏരിസ് വ്ളോഗ്സ്. താങ്ക് യു.